ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പ്രോബ്ലം നമ്പർ 4 ചെയ്യുന്നു. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലെ പ്രോബ്ലം നമ്പർ 4 റവന്യൂ അക്കൗണ്ട് മാത്രം തയ്യാറാക്കാനുള്ളതാണ്. ദ ഫോളോയിങ് ആർ ദ ബാലൻസസ് ഓഫ് XY ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഫോർ ദി എൻഡഡ് 31 മാർച്ച് 2001. ഓക്കെ, പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട്സ്. ലൈഫ് ഫണ്ട് പതിവ് പോലെ ഇവിടെയും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഇത് നമ്മൾ ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു. റവന്യൂ അക്കൗണ്ടിലല്ല ഇതിൻ്റെ പൊസിഷൻ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ നമ്പർ 6 വരിക. അത് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ക്ലെയിംസ് പെയ്ഡ് 4ാമത്തെ ഷെഡ്യൂളിൽ ബെനിഫിറ്റ്സ് പെയ്ഡിൽ വരും. റീഇൻഷുറൻസ് ക്ലെയിമിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. പ്രീമിയംസ് ഷെഡ്യൂൾ നമ്പർ 1 വരുന്നു. ദെൻ എക്സ്പെൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ നമ്പർ 3, ഓഡിറ്റ് എക്സ്പെൻസ് ഷെഡ്യൂൾ നമ്പർ 3. റീഇൻഷുറൻസ് പ്രീമിയത്തിൽ നിന്ന് കുറയ്ക്കണം. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ എഴുതണം. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് ഷെഡ്യൂൾ നമ്പർ 2 എഴുതണം. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് അത് ഷെഡ്യൂൾ നമ്പർ 2 ആഡ് ചെയ്യണം. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സെറ്റഡ് അത് ഷെഡ്യൂൾ നമ്പർ 2 ലെസ് ചെയ്യണം. അപ്പോൾ ഇത് ആക്സെപ്റ്റഡും സെറ്റഡും. ആക്സെപ്റ്റഡ് വെച്ചാൽ ബിസിനസ് സ്വീകരിക്കുമ്പോൾ, റീഇൻഷുറൻസ് ബിസിനസ് സ്വീകരിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി റീഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ട, അല്ലെങ്കിൽ എവിടെ നിന്നാണോ ബിസിനസ് കിട്ടിയത് ആ കമ്പനിക്ക് കൊടുക്കേണ്ട കമ്മീഷനാണ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. അത് കമ്പനിയുടെ സ്വന്തം എഫർട്ടിൽ നിന്നുണ്ടാകുന്നതല്ല. റീഇൻഷുറൻസ് കമ്പനി ഇവിടെ ഇൻഷുർ ചെയ്യുമ്പോൾ, ഈ ഒന്നാമത്തെ കമ്പനിയിൽ ഇൻഷുർ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട കമ്മീഷനാണ്. കമ്മീഷൻ റീഇൻഷുറൻസ് സെറ്റഡ് എന്ന് പറയുമ്പോൾ ഈ കമ്പനിക്ക് കിട്ടിയ ബിസിനസ്സിൽ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി രണ്ടാമതൊരു കമ്പനിയിൽ റീഇൻഷുർ ചെയ്യുമ്പോൾ ആ റീഇൻഷുറൻസ് കമ്പനി എവിടെയാണോ റീഇൻഷുർ ചെയ്തത് ആ സ്വീകരിച്ച ഇൻഷുറൻസ് കമ്പനി ഒന്നാമത്തെ കമ്പനിക്ക് തരുന്ന കമ്മീഷനാണ് കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സെറ്റഡ്. അത് നമുക്ക് ഇൻകമാണ്, അതുകൊണ്ട് കമ്മീഷൻ കുറയ്ക്കണം. ഇൻകം ആയതുകൊണ്ട് ഇൻകം സൈഡിൽ എഴുതില്ല, നമ്മൾ കമ്മീഷൻ നമ്മൾ കുറച്ചാണ് ചെയ്യുക. അപ്പോൾ കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സെറ്റഡ് എന്നുള്ളത് ഇൻകമാണ്. അപ്പോൾ ഇൻകം സൈഡിൽ റെക്കോർഡ് ചെയ്യാതെ കമ്മീഷനിൽ നിന്ന് നമ്മൾ കുറച്ച് കാണിക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 75,000 5000 കൂട്ടുക, 80,000 80,000 10,000 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 70,000 വരും. അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് കൺസിഡറേഷൻ ഫോർ ആൻറ്റീസ് ഗ്രാൻറ്റഡ് ഷെഡ്യൂൾ നമ്പർ വരുന്നതിൽ അതർ ഇൻകത്തിൽ എഴുതണം. ബോണസ് ഇൻ ക്യാഷ് ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്. ദെൻ അടുത്തത് റിവേഷണറി ബോണസ് നമുക്ക് തരുന്നത് ഈ പറഞ്ഞ എവിടെയാണ് റിവേഷണറി ബോണസ് എന്ന് പറയുമ്പോൾ ബോണസ് ഇൻ ക്യാഷ് വെച്ചാൽ ക്യാഷ് ആയിട്ട് കൊടുക്കുക, പോളിസിന് ക്യാഷ് ആയിട്ട് കൊടുക്കുക. റിവേഷണറി ബോണസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പോളിസിയുടെ എമൗണ്ട് മെച്യൂർഡ് ആവുന്ന സമയത്ത് ഇപ്പോൾ ഡിക്ലെയർ ചെയ്യും. അത് മെച്യൂർഡ് ആവുന്ന സമയത്ത് മെച്യൂരിറ്റി എമൗണ്ടിൻ്റെ കൂടെ, അതായത് ക്ലെയിമിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ കൊടുക്കുന്ന ബോണസാണ് റിവേഷണറി ബോണസ്. അപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കില്ല, പ്രീമിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യില്ല. അങ്ങനെ 3 തരം ബോണസാണുള്ളത്. ബോണസ് ഇൻ ക്യാഷ്, ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം, റിവേഷണറി ബോണസ്. ബോണസ് ഇൻ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ബോണസ് അത് ഇപ്പോൾ കൊടുക്കും, ബോണസ് ക്യാഷ് ആയിട്ട് കൊടുക്കും. അതേസമയത്ത് റിവേഷണറി ബോണസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് വെച്ചാൽ പ്രീമിയത്തിൽ സെറ്റ് ഓഫ് ചെയ്തിട്ട് പോളിസി ഹോൾഡർ അടയ്ക്കേണ്ട പ്രീമിയത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് ബോണസ് ഡിക്ലെയർ ചെയ്യാം. റിവേഷണറി ബോണസ് പറയുമ്പോൾ ഇത് രണ്ടും ചെയ്യാതെ പോളിസി ഹോൾഡർക്ക് പോളിസിയുടെ എമൗണ്ട് എന്ന് കൊടുക്കുന്നതോ അന്ന് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന ബോണസാണ് റിവേഷണറി ബോണസ്. അത് എന്തായാലും ബെനിഫിറ്റ്സ് പെയ്ഡിലാണ് വരിക. അത് ഷെഡ്യൂൾ നമ്പർ 4 വരും. ഫൈൻസ് ആൻഡ് ഫീസ് റിസീവ്ഡ് അതർ ഇൻകം, ആനുവിറ്റീസ് ഷെഡ്യൂൾ നമ്പർ 4, സറണ്ടേഴ്സ് ഷെഡ്യൂൾ നമ്പർ 4, ഇൻ്റർവ്യൂ ബോണസ് പെയ്ഡും അത് നമ്മൾ ഇതിന് താഴെ ഇൻ്റർവ്യൂ ബോണസിൻ്റെ ഒരു പ്രത്യേക സ്ഥലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷെഡ്യൂൾ നമ്പർ 4 എഴുതിയിട്ട് അതിന് താഴെ എഴുതണം. നെറ്റ് ലൈബിലിറ്റി അതും ഷെഡ്യൂൾ നമ്പർ 4 താഴെയാണ് എഴുതുക. ഇത് ഓപ്പണിങ്ങിലെ എമൗണ്ട്, ഇത് ക്ലോസിംഗ് എമൗണ്ട്. അപ്പോൾ ക്ലോസിംഗിൽ നിന്ന് ഓപ്പണിംഗ് കുറച്ചിട്ട് നമുക്ക് അതിൻ്റെ എമൗണ്ട് ആയിരിക്കും ചേഞ്ചസ് ഇൻ വാല്യൂഷൻ നെറ്റ് ലൈബിലിറ്റി, അതാണ് നമ്മളവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ചോദ്യത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് XY ലൈഫ് ഇൻഷുറൻസ് കമ്പനി 31 മാർച്ച് 2001. അപ്പോൾ നമ്മൾ മുകളിൽ ഫോം AR എന്ന് എഴുതണം, XY ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന് എഴുതണം, റവന്യൂ അക്കൗണ്ട് ഫോർ 31 മാർച്ച് 2001. ദെൻ ഷെഡ്യൂൾ നമ്പർ SCHEDUL കേട്ടോ, ഷെഡ്യൂൾ നമ്പർ. ദെൻ ഇയർ എഴുതി, അതൊക്കെ കറക്റ്റായിട്ട് എഴുതിയതിന് ശേഷം നമ്മൾ വർക്കിംഗ് നോട്ട് എത്രയും പെട്ടെന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ്. വർക്കിംഗ് നോട്ട് തയ്യാറാക്കുക. വർക്കിംഗ് നോട്ടിൽ ഒന്നാമത്തെ വർക്കിംഗ് നോട്ടിൽ എന്താണ് നമ്മൾ പ്രീമിയംസിൻ്റെ എമൗണ്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 9,25,000 നമുക്ക്. അപ്പോൾ അത് നമ്മൾ അവിടെ എഴുതാം, 9,25,000. ഓക്കെ, ദെൻ ഇത് റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് കുറയ്ക്കേണ്ട എമൗണ്ടാണ്. റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് റീഇൻഷുറൻസ് പ്രീമിയം? 5,000 രൂപ നമുക്ക് തന്നെ, 5,000. അപ്പോൾ 9,25,000 നിന്ന് 5,000 കുറയ്ക്കുമ്പോൾ 9,20,000 വരും, 9,20,000 അതാണ് നമ്മുടെ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കേട്ടോ. അടുത്ത കമ്മീഷനിൽ നമ്മൾ 3 എമൗണ്ടുകൾ പറഞ്ഞു. ഓൺ ഡയറക്റ്റ് ബിസിനസ് 75,000 ഓൺ ഡയറക്റ്റ് ബിസിനസ് 75,000. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് 5,000 രൂപ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 5,000 രൂപ നമ്മൾ എഴുതുന്നു. ദെൻ കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സെറ്റഡ് കുറയ്ക്കേണ്ട എമൗണ്ട് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടാമെന്ന് പറഞ്ഞു. 10,000 രൂപ നമ്മൾ ബ്രാക്കറ്റ് ഇടുക. അത് കുറയ്ക്കേണ്ട ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് 75ൻ്റെ കൂടെ 5,000 കൂട്ടുക, എന്നിട്ട് 10,000 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 70,000 രൂപ വരും. ഈ സംഖ്യ നമ്മൾ നേരത്തെ
എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞുതരാം. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ എക്സ്പെൻസസ് ഓഫ് മാനേജ്മെൻറ്റ് 1,20,000. ഓക്കെ, 1,20,000. ഒരു ഐറ്റം കൂടിയുണ്ട്, ഏതാണ് ഓഡിറ്റേഴ്സ് ഫീസ് 5,000. അങ്ങനെ ടോട്ടൽ 1,25,000. 1,25,000 ഇതാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത് ബെനിഫിറ്റ്സ് പെയ്ഡാണ്. ബെനിഫിറ്റ്സ് പെയ്ഡ് 5 ലക്ഷം രൂപയുണ്ട്. ദെൻ 25,000, 20,000, 25,000, 30,000. ഓക്കെ, 6 lakh റുപ്പീസാണ് അവിടെ നമുക്ക് ബെനിഫിറ്റ്സ് പെയ്ഡിൽ വരാം. ഓക്കെ, അടുത്തത് 6 lakhs. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് കഴിഞ്ഞു, ഈ ബെനിഫിറ്റ്സ് പെയ്ഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ എമൗണ്ട് ഇതിലേക്കാണ് വരേണ്ടത്. ഇതിലേക്ക് ഒരു ഫോം നമ്മൾ തയ്യാറാക്കേണ്ടില്ലേ, ആ ഫോമിലേക്ക് നമ്മൾ എഴുതണം. ഫോമിലേക്ക് എഴുതുമ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയാണ്? പ്രീമിയംസ് റിസീവ്ഡ് 9,20,000. പ്രീമിയംസ് റിസീവ്ഡ് 9,20,000. ദെൻ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ് 1,30,000. ദെൻ അതർ ഇൻകത്തിൽ കൺസിഡറേഷൻ ഫോർ ആൻറ്റീസ് ഗ്രാൻഡഡ് 1,05,000. ഓക്കെ, ദെൻ ഫൈൻസ് ആൻഡ് ഫീസ് റിസീവ്ഡ് 15,000. ടോട്ടൽ ഇൻകത്തിൻ്റെ ടോട്ടൽ 11,70,000. ദെൻ കമ്മീഷൻ 70,000. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കി എടുത്തെഴുതിയാൽ മതി. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 1,20,000 വരും. 1,20,000 വരും. ദെൻ അത് ടോട്ടൽ, അതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൻ്റെ ടോട്ടൽ വരിക? ടോട്ടൽ ഒരു എമൗണ്ട് താഴേക്ക് നിൽക്കുന്നുണ്ട്. ടോട്ടൽ ബിയുടെ ടോട്ടൽ എത്രയാണ്? 1,95,000. ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ ടോട്ടൽ എത്രയാണ്? ബെനിഫിറ്റ്സ് പെയ്ഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 6 lakh. ദെൻ അതിന് ചോദ്യത്തിൽ ഒരു ഇൻ്ററിം ബോണസ് വന്നിട്ടുണ്ടായിരുന്നു 45,000. ഓക്കെ, ദെൻ ചേഞ്ചസ് ഇൻ വാല്യുവേഷൻ ലയബിലിറ്റി, ക്ലോസിംഗ് ബാലൻസ് ചെയ്താൽ ഓപ്പണിംഗ് ബാലൻസ് ചെയ്താൽ അതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 1 lakh. അതിൻ്റെ ടോട്ടൽ അപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ നമുക്ക് 7,45,000 കിട്ടും. ഓക്കെ, ഇനി അത് തമ്മിലുള്ള വ്യത്യാസം, എയും ബിയും സിയും തമ്മിലുള്ള വ്യത്യാസം സർപ്ലസ് ആയിട്ട് എഴുതുമ്പോൾ 2,35,000 രൂപയാണ് അതിൻ്റെ ടോട്ടൽ വരാം. ഓക്കെ, സർപ്ലസ്. ഇനി അപ്രോപ്രിയേഷൻസിൽ വേറെ അപ്രോപ്രിയേഷൻസിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടോട്ടൽ നമുക്ക് അവിടെ എഴുതാം. ടോട്ടൽ 2,35,000 എഴുതാം. എന്നിട്ട് ബാലൻസ് ബീയിങ് ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസിൽ ഈ 2,35,000 വേറെ അപ്രോപ്രിയേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമുക്ക് തരുന്ന എമൗണ്ടുകൾ കൃത്യമായിട്ട് എഴുതാം. പെട്ടെന്ന് നമുക്ക് അതിലേക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റവന്യൂ അക്കൗണ്ട് കേട്ടോ. ഈ റവന്യൂ അക്കൗണ്ട് കൃത്യമായിട്ട് ഫോർമാറ്റൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ പ്രോബ്ലം നമ്പർ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നോക്കാം, ഓരോ ഐറ്റംസ് ഏതിലൊക്കെ വരണുള്ളത് കൃത്യമായിട്ട് പഠിക്കാം. ഫോം കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 25% ആയി, ഫോം കാണാതെ തന്നെ. അപ്പോൾ അതിൽ തന്നെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം നമ്പർ 4 പ്രകാരം നമുക്ക് ഇതിൽ വരുന്ന ഐറ്റംസ് 2 പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻ്ററിം ബോൺസ് ഉണ്ട്, ചേഞ്ചസ് ഇൻ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റി ഉണ്ട്. അതാണ് ഇതിലെ പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു.